ലോകത്തെമ്പാടുമുള്ള ഫുട്ബോൾ ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. ഇന്ന് രണ്ട് പ്രധാനപ്പെട്ട മാച്ചുകളാണ് നടക്കുന്നത്. ഒന്ന് കോപ്പ അമേരിക്കയിൽ അർജന്റീനയും കൊളംബിയയും തമ്മിലുള്ള പോരാട്ടമാണ്. മറ്റൊന്ന് യൂറോ കപ്പിൽ ഇന്ന് രാത്രി 12:30 യൂറോ കപ്പിൽ ഇംഗ്ലണ്ടും സ്പെയിനും തമ്മിലുള്ള മത്സരമാണ്. ഏതായാലും ഇപ്പോൾ ഞങ്ങളുള്ളത് മായനാടുള്ള ഒരു ടർഫിലാണ്. ഇവിടെ ഒരുപാട് യുവ കളിക്കാരൊക്കെ തന്നെ ഈ കുട്ടികൾ ഈ അക്കാഡമിയിൽ പരിശീലനത്തിനെത്തിയ കുട്ടികളാണ് ഞങ്ങളോടൊപ്പം ഉള്ളത്. ഇന്ന് ഏത് ടീമായിരിക്കും ജയിക്കുക? ഇംഗ്ലണ്ടിന്റെ ആരാധകനാണോ? ബെല്ലിംഗത്തിന്റെ ആരാധകൻ. ജൂഡ് ബെല്ലിംഗാമിന്റെ ആരാധകൻ. അപ്പോൾ ഈ നിലവിൽ സ്പെയിൻ അത്ര ഒരു എതിരാളിയല്ല. സ്പെയിൻ ജയിക്കാം സാധ്യതയുണ്ട്. ആഗ്രഹം ഇംഗ്ലണ്ടാണ്. സ്പെയിൻ നല്ല ടീം. പക്ഷേ നിങ്ങൾ അതിന് സ്പെയിൻ ആണ്. ഏതായിട്ട് ഇഷ്ടപ്പെട്ട കളിക്കാരനാണ്? സ്പെയിൻ യമാൽ. ഇപ്പൊ പുതിയ കളിക്കാരനാണ്. ഇപ്പൊ നേരത്തെ അറിയായിരുന്നോ ഈ യൂറോ കപ്പ് തുടങ്ങുന്നതിന് മുമ്പേ ലാമിൻ യമാലിനെ അറിയായിരുന്നു? ഇല്ല. ഇപ്പൊ ഈ കളി കണ്ടിട്ട് അതിന് മുമ്പ് സ്പെയിൻ ആരാധകനായിരുന്നു? അല്ലല്ല, പോർച്ചുഗൽ. വയസ്സായില്ലേ തിരിച്ചു വരൂ. അല്ല ഇനി തിരിച്ചു വരുന്നുണ്ടാവില്ല. അവസാനിപ്പിക്കൂല? ഇല്ല, സൗദി പ്രോ ലീഗിൽ ഗോൾ അടിക്കുന്നത്. കോപ്പ അമേരിക്ക കാണുന്നതാണോ അതോ യൂറോ കപ്പാണോ കൂടുതലായി കാണാറ്? യൂറോ കപ്പ്. എന്തുകൊണ്ടാണത്? യൂറോ കപ്പിൽ ഓരോ ഇത് പണ്ടത്തെ ഉള്ള ഈ സ്പെയിൻ്റെ ഓരോ കളി അതേപോലെ ടിക്കറ്റ് ആക്കി അങ്ങനത്തെ. ബ്രസീൽ ആരാധകരാരുമില്ല എന്നിട്ട് യൂറോ കപ്പാണോ കാണാറ്? അവിടെ ബ്രസീൽ അർജന്റീന മാത്രമേ ഉള്ളൂ. ഇവിടെ കുറെ ടീമുകളുണ്ട്. കുറെ കൂടുതൽ പ്ലേയേഴ്സ് ഉള്ളത് യൂറോ കപ്പിലാണ്. ഈ പ്രീമിയർ ലീഗ് അതേപോലെ തന്നെ ലാലിഗ ഇങ്ങനെയുള്ള ഈ ലീഗുകളൊക്കെ തന്നെ അതിൽ കൂടുതൽ പ്ലേയേഴ്സ് ഉള്ളത് യൂറോയിലല്ലേ? അതുകൊണ്ടാണ് യൂറോ കപ്പ് കൂടുതലായി. ഞങ്ങളെല്ലാം പ്രായം തുടങ്ങുമ്പോൾ ബ്രസീൽ ഒരുപാട് കപ്പ് നേടി. അപ്പം ഞാൻ അർജന്റീന ഫാനാണ്. ആ സമയത്ത് ഒരു കപ്പ് പോലും ഉണ്ടായിരുന്നില്ല. അപ്പം നമ്മൾ ആകെ ഭയങ്കര വിഷമിച്ചിരിക്കായിരുന്നു. പക്ഷെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കുറച്ചും കൂടിയും അർജന്റീനയുടെ ഒരു നല്ല സമയത്തല്ലേ അർജന്റീന ഫാനായത്? തുടങ്ങുമ്പോ എങ്ങനെയായിരുന്നു? സമയത്ത് കളിയാക്കലൊക്കെ കിട്ടിയിരുന്നോ? കളിയാക്കല് കുറെ കിട്ടിയിട്ടുണ്ട്. ഇപ്പം പ്രശ്നം ഞങ്ങൾ കപ്പടിച്ചു. എത്ര കപ്പടിച്ചു? 3 കപ്പടിച്ചില്ലേ? അപ്പം സന്തോഷായി. ഏതായാലും മെസ്സിയാണ് ഇഷ്ടതാരം. ഈ യൂറോ കപ്പിലെ കളിയും ഈ അതേപോലെ തന്നെ ഈ കോപ്പ അമേരിക്കയും തമ്മിലുള്ളൊരു സ്റ്റൈൽ വ്യത്യാസമുണ്ടോ കളിയിൽ? കുറച്ചൊക്കെ നല്ല പ്ലേയേഴ്സ് ഉള്ള യൂറോ കപ്പിലാണല്ലോ. അറ്റാക്കിങ് കുറെ കൂടി സ്പീഡ് കോപ്പ അമേരിക്കയിലാകുമ്പോൾ കുറെ കൂടി ഇങ്ങനത്തെ കുറച്ച് കൂടുതൽ ആൾക്കാരുണ്ട്. മെസ്സി അങ്ങനത്തെ കുറെ ആൾക്കാരുണ്ട്. സ്റ്റേറ്റ് പ്ലെയർ അല്ലല്ല, ഏറ്റവും ഇഷ്ടപ്പെട്ട കളിക്കാരനാണ് മെസ്സി. യൂറോ കപ്പിൽ ആരായിരിക്കും? യൂറോ കപ്പിൽ സ്പെയിനിൽ. കോപ്പ അമേരിക്കയിൽ അർജന്റീന ആയിരിക്കുമല്ലോ. ഏതായാലും വലിയ എല്ലാ ടീമുകൾക്കും ഇവിടെ ആരാധകരുണ്ട്. സ്പെയിനും കൂടാതെ യൂറോ കപ്പിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ കാണുന്നത് യൂറോ കപ്പാണെന്നുള്ള ഒരു വസ്തുത ഇവർ പങ്കുവെക്കുന്നുണ്ട്. കാരണം യൂറോ കപ്പിലാണ് കൂടുതൽ പ്രീമിയർ ലീഗിലായാലും ലാലിഗയിലായാലും കൂടുതൽ പ്ലേയേഴ്സൊക്കെ തന്നെ കളിക്കുന്നത് യൂറോ കപ്പിലാണ്. എന്നാലും അതോടൊപ്പം തന്നെ കോപ്പ അമേരിക്കയിൽ മെസ്സി അടക്കമുള്ള കളിക്കാർക്കും നിരവധി ആരാധകരാണ് ഇവിടെയുള്ള കുട്ടി ആരാധകരൊക്കെ തന്നെ. വലിയ ആവേശത്തിലാണ്. 2 മത്സരങ്ങളിലും എല്ലാ ടീമുകൾക്കും ഒരുപോലെ സാധ്യത കൽപ്പിക്കുകയാണ് ഇവിടെയുള്ള കുട്ടി ആരാധകരൊക്കെ തന്നെ. ജയ്സൽ ബാബുവിനൊപ്പം സലാം മുഹമ്മദ്, മീഡിയ 1 കോഴിക്കോട്.